ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിട്ട് പോകുന്ന വക്കീലല്ല, ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ. തല്ലി കൊന്നാലും ചാവൂല. ആ നന്ദേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെ പറയാതെ വിളിച്ചോണ്ട് പോകാമായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോകാലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് പോകാം. ഇനിയിപ്പോ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ തരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം. മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ കോടതിയിലോട്ട്. അല്ല പിന്നെ എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. നിർത്താൻ എന്താ സർക്കാരിന് ആനുകൂല്യമാണോ? അതിന്റെ കാരണം എനിക്കറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കളഞ്ഞില്ലല്ലോ. ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ. പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്. എന്റെ കണ്ണു വെട്ടത്തു പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദിവാസിയാ? സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ തലയിറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? വെരിഷിനോ? അകത്തുണ്ട്. ചെല്ല്, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഉറക്കമാണോ? ഏയ്, ഞാൻ കേട്ടത് നേരെ. മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി, ജോലിയും പോയി. ആ, പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ, ഇപ്പൊ കുട്ടിയും പോയി. പ്രസവിക്കാത്ത മൊട്ടച്ചി നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ, ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുന്ത എടുത്ത് വാക്കാത്ത വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും പോയി. ഇന്നെന്താ ഊണും ഉറക്കൊന്നും ഇല്ലേ? ഞാൻ കുറച്ച് ലേറ്റ് ആവും. ചോറ് ഉടമ്പ് വെച്ചിട്ട് നീ കിടന്നു. ഇതെന്താ ഈ കുത്തിക്കുറിക്കുന്നത്? തിങ്കളാഴ്ച ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വിസ്താരം തുടങ്ങാം. അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാ. അപ്പൊ എനിക്കും വരാലോ വിസ്താരം കേൾക്കാൻ? ഓ, കൊണ്ടുപോവാമേ. ഇപ്പൊ എന്നെ പൊന്നു പോയി കിടന്നു ഉറങ്ങിയാട്ട്. കണ്ടോ, ഇത് കണ്ടോ? അതെ, കൊണ്ടുവന്നല്ല. മോൻ ഉറക്കം വരുന്നുണ്ട്. അവന് പാല് കൊടുത്തിട്ട് കിടത്തി ഉറക്കം. കൊച്ചുവക്കീലിന് ഏത് നേരം ഉറക്കേ ഉള്ളൂ. കുംഭകർണൻ.
ഉറങ്ങേണ്ട പ്രായമല്ലേ ഇത്? ഉറക്കത്തിലാ കുഞ്ഞുങ്ങൾ വളരുന്നത്. കൊണ്ട് കിടത്ത. നമുക്കേ പാല് കുടിച്ചേച്ച് ഉറങ്ങാം. മിസ്റ്റർ നന്ദകുമാർ, അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച ആതിരയാണ് ഈ കത്തെഴുതുന്നത്. ഞാനൊരാളെ സ്നേഹിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ബന്ധത്തിന് രണ്ടു കൂട്ടരുടെയും വീട്ടുകാർക്ക് എതിർപ്പാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ വയ്യ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള നിങ്ങളെ വഞ്ചിക്കാനാവാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നെഴുതുന്നത്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ആലോചനയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അത് ഞാൻ എഴുതിയ ഈ കത്തിന്റെ പേരിലാണെന്ന് ദയവായി എന്റെ അച്ഛനെ അറിയിക്കരുത്. നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആതിര. റെഡി ആവട്ടെ പോ. എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഞാൻ എത്ര വിളിച്ചു? ഇവിടെ വന്നിരിക്കുകയാണോ? ഗായത്രി മേനോൻ കേസ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണോ? ഞാൻ എന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞിരുന്നോ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല. വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. ആലോചിച്ച മതി, വന്ന് കിടക്ക്. നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്ന് ആലോചിച്ചോളൂ, ഞാനൊരു ശല്യമാവുന്നില്ല. കേസ് തലേ കയറിയ പിന്നെ അവൻ അങ്ങനെ എന്ത് ചെയ്യാനാ? കൂടുതലൊന്നും പറയാതെ മോളിങ്ങി പോന്നത് നന്നായി. കുത്തി കുത്തി ചോദിച്ചാൽ കടിച്ചു കീറി തിന്നാൻ വരും. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇത് ഏതാണ്ട് വലിയ കൊലക്കേസ് ഏതാണ്ടാ. അതാ മോൾ പോയി കിടന്ന് ഉറങ്ങിക്കൂ, അവൻ വന്നോളും.
നന്ദേട്ടാ, ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നു നടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ അങ്ങ് കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ. ഇന്നലെ രാത്രിയിലത്തെ മൂഡ് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ. അവിടെ വെച്ചേക്ക്. നന്ദേട്ടൻ എന്തു പറ്റി? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഭാനുല്ലേ? ഇല്ലല്ലോ, എറണാകുളത്ത് പോയിരിക്കുക. എപ്പോ വരും? നാളെ വരും. ഹലോ, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ, നന്ദന, അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ.